കേന്ദ്രാവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങല ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 20 ലക്ഷത്തിലധികം പേർ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളാകും. മനുഷ്യച്ചങ്ങല കേന്ദ്ര സർക്കാരിനെതിരായ ശക്തമായ താക്കീതായി മാറുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ വ്യക്തമാക്കി. ദിവസങ്ങൾ നീണ്ട പ്രചാരണ പ്രവർത്തനങ്ങളാണ് മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി ഡിവൈഎഫ്ഐ പൂർത്തിയാക്കിയത്. സഹിക്കണോ ഇനിയും ഈ കേന്ദ്രാവഗണന എന്ന മുദ്രാവാക്യമുയർത്തി വൈകുന്നേരം 4 മണി മുതൽ ആരംഭിക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ 20 ലക്ഷത്തിലധികം ആളുകൾ കണ്ണികളാകും. കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടങ്ങളുടെ തുടർച്ചയാണ് മനുഷ്യച്ചങ്ങലയെന്ന ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സെക്രട്ടറി ഹിമഗ്നരാജ് ഭട്ടാചാര്യ പറഞ്ഞു. दिल्ली में आप लोगों को पता है कि अभी कितना सर्दी है, उसमें भी देश के प्रधानमंत्री और उसके कैबिनेट में जो मिनिस्टर है सबको पता चल जाएगा कि केरला क्या है. केरला के खिलाफ उन लोगों ने जंग जारी किया है, फिनेंशियल सैंक्शन जारी किया है उन लोगों ने. तो इसके खिलाफ जो होगा तो कल पूरा देश देखेगा, पूरा वर्ल्ड देखेगा. ബംഗാളിലെ ബ്രിഗേഡ് റാലിക്ക് ശേഷമുള്ള യുവാക്കളുടെ ഐതിഹാസിക സമരമാകും ചങ്ങലയെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എംപിയും പറഞ്ഞു. ബംഗാളിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടന്ന ഇൻസാഫ് ജാഥ വലിയ സ്വാധീനമാണ് ചെലുത്തിയത്. 22 ജില്ലകളിലാണ് ഡിവൈഎഫ്ഐയുടെ യാത്ര കടന്നുപോയത്. ഇനി ഡിവൈഎഫ്ഐയുടെ ഉണ്ടാകില്ലെന്ന് കരുതിയിരുന്ന മണ്ണിലാണ് 15 വർഷങ്ങൾക്ക് ശേഷം ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ ഡിവൈഎഫ്ഐ 10 ലക്ഷത്തിലധികം ചെറുപ്പത്തെ ഒരുമിച്ച് കൂട്ടിയത്. അപ്പോൾ തിരിച്ചുവരവിൻ്റെ രാസത്വരകമായി മാറാൻ, ശക്തിയായി മാറാൻ ബംഗാളിലെ യൂത്തിന് കഴിയുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിന് സമാനമായി തന്നെയായിരിക്കും, യാതൊരു സംശയവും വേണ്ട, വലിയ ജനപങ്കാളിത്തം കൊണ്ട്, യുവജന പങ്കാളിത്തം കൊണ്ട് ചരിത്രപരമായി വളരെ ഗംഭീരമാകാൻ പോകുന്നൊരു പരിപാടിയായിരിക്കും നാളെ നടക്കാൻ പോകുന്ന മനുഷ്യച്ചങ്ങല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മനുഷ്യച്ചങ്ങലക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന ചോദ്യം, ഡിവൈഎഫ്ഐ ഉയർത്തിയ ചോദ്യം ഈ കേരളമാകെ ഏറ്റെടുക്കുന്നു എന്നാണ് നമുക്ക് ഈ പരിപാടിയുടെ വിപുലമായ ഒരുക്കങ്ങൾക്ക് ഇടയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. വൈകിട്ട് 4:30 ആരംഭിക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ എ റഹീം എംപി ആദ്യ കണ്ണിയും രാജ്ഭവന് മുന്നിൽ ഇ പി ജയരാജൻ അവസാന കണ്ണിയുമാകും. വിവിധ സ്ഥലങ്ങളിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ളവർ സംസാരിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.